വിനോദസഞ്ചാരികളുടെ മാല മോഷ്ടിച്ച റിസോർട്ട് ജീവനക്കാരൻ മുങ്ങി. പള്ളിവാസലിന് സമീപമുള്ള റിസോർട്ടിലാണ് വിനോദസഞ്ചാരികൾ ഉറങ്ങുന്നതിനിടെ മുറിയിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന 2 പവനധികം വരുന്ന സ്വർണ്ണമാലയും പണവും മോഷ്ടിച്ച ജീവനക്കാരൻ കടന്നു കളഞ്ഞത്. പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി മൂന്നാർ പോലീസ് അറിയിച്ചു. പള്ളിവാസലിലെ റിസോർട്ടിൽ താമസിച്ച ചെന്നൈ സ്വദേശികളായ ദമ്പതികളുടെ മാലയാണ് മോഷണം പോയത്. 2 പവനിലധികം വരുന്ന സ്വർണ്ണമാലയും 13,000 രൂപയുമാണ് റിസോർട്ട് ജീവനക്കാരൻ മോഷ്ടിച്ച് കടന്നുകളഞ്ഞത്. ശനിയാഴ്ച രാവിലെയാണ് തമിഴ്നാട് സ്വദേശിയായ മോഷ്ടാവ് റിസോർട്ടിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. ഇയാളാണ് മോഷ്ടിച്ചതെന്ന് സ്ഥാപനത്തിലെ CCTVയുടെ പരിശോധനയിൽ പോലീസ് കണ്ടെത്തി. പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് ജീവനക്കാരൻ മുറിയുടെ സ്ലൈഡിംഗ് ജനൽ തുറന്ന് അകത്തു കയറിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളാണ് CC ക്യാമറയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഗസ്റ്റുകൾ പോത്തമേട് ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു റിസോർട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നവർക്ക് അവരിൽ നിന്നും ഏതാണ്ട് 2 പവന്റെ സ്വർണ്ണാഭരണവും 13,000 രൂപയും മോഷണം പോയിരിക്കുകയാണ്. ഈ മോഷണം ചെയ്തെടുത്തത് ഇതേ റിസോർട്ടിലെ ഒരു ജീവനക്കാരനാണ്. ആ ജീവനക്കാരൻ റിസോർട്ടിൽ ജോലിക്ക് വന്നത് ആ മോഷണ ദിവസമാണ്. അന്ന് വൈകിട്ടാണ് അയാൾ ഈ റിസോർട്ടിൽ ജോലിക്കായിട്ട് വന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ 4:30 മണിക്കാണ് മോഷണം നടത്തുന്നത്. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥര് ഈ ജീവനക്കാരന്റെ ഈ മോഷ്ടാവിന്റെ യാതൊരു വിധമായ രേഖകളും അവർ വാങ്ങി വെച്ചിരുന്നില്ല. അയാളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ID പ്രൂഫോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് മുന്നിലുള്ള ഏക തെളിവെന്ന് പറയുന്ന അയാളുടെ വേഗമായിട്ടുള്ള CCTV വിഷ്വൽസ് മാത്രമാണ്. അത് ജീവനക്കാരന്റെ മേൽവിലാസമോ തിരിച്ചറിയൽ രേഖകളോ റിസോർട്ട് ഉടമയുടെ പക്കൽ ഇല്ലാത്തതും പോലീസ് അന്വേഷണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി മൂന്നാർ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.